welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് Food Among Us challenge. ഗയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ Among Us ചാലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, Among Us വിട്ടൊരു പരിപാടിയില്ലേ? അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാലഞ്ച് ആണ് Among Us. അപ്പൊ ഞങ്ങൾ കൂലങ്കഷമായി ചിന്തിച്ച് അത് ഫുഡിലോട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ച് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അതെ, ഭയങ്കര രസമുള്ള ഒരു ചാലഞ്ച് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ഓരോ റൗണ്ടിലും നമ്മുടെ മുന്നിൽ ഒരേ രൂപത്തിലുള്ള 3 ഫുഡുകൾ 3 പേർക്കും വീതം വരും. ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലും. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതില് ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഫുഡിൽ ഒരെണ്ണം മാത്രം നമ്മുടെ Among Us ചാലഞ്ച് പോലെ തന്നെ ഇമ്പോസ്റ്റർ ആയിരിക്കും. അതെ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ക്രീം ബൻ ആണെന്ന് വിചാരിക്കാം. ക്രീം ബൻ ഒരേപോലത്തെ 3 ക്രീം ബൻ നമ്മളെ മുന്നിൽ വരും. ബാക്കിയുള്ള രണ്ടെണ്ണത്തിന്റെ ഉള്ളില് ക്രീം തന്നെ, അതെ, നോർമൽ ക്രീം തന്നെ. ഒന്നിന്റെ ഉള്ളിൽ ചിലപ്പം ടൂത്ത് പേസ്റ്റോ അങ്ങനെ വല്ലതും ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ കാഴ്ചയിൽ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, 3 ഒരുപോലെ ഇരിക്കും. അപ്പൊ ഈ ഓഡ് വൺ ആയിട്ടുള്ളതാണ് നമ്മളെ ഇമ്പോസ്റ്റർ ഫുഡ് എന്ന് പറയുന്നത്. ആ ഇമ്പോസ്റ്റർ ഫുഡ് കിട്ടുന്ന ആരാണോ അവരാണ് ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത്. അതെ, അപ്പൊ ഈ ഇമ്പോസ്റ്റർ ഫുഡ് കിട്ടുന്ന ആള് യാതൊരു എക്സ്പ്രഷനും ഇടാതെ തന്റെ കയ്യിലിരിക്കുന്ന ഫേക്ക് ഫുഡ് ആണ് എന്ന് ഒരു എക്സ്പ്രഷനും ഇടാതെ വേണം ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. തമ്മിൽ യാതൊരു കാര്യത്തിലും മനസ്സിലാവരുത് ആരുടെ കയ്യിലാണ് ഈ ഇമ്പോസ്റ്റർ ഫുഡ് ഇരിക്കുന്നത്. കുറച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗസ് ചെയ്യാം ആരുടെ കയ്യിലാണ് ഈ ഇമ്പോസ്റ്റർ ഫുഡ് ഇരിക്കുന്നതെന്ന്. അതിന് നമുക്ക് അവരുടെ മുഖത്തെ എക്സ്പ്രഷൻസ് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതെ, എക്സ്പ്രഷൻസ് ഇടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താ പറയാ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചാല് ആ വിയർഡ് ഫുഡ് ഇമ്പോസ്റ്റർ തന്നെ കഴിക്കേണ്ടി വരും. ഇനി കൃത്യമായിട്ട് നമുക്ക് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള 2 പേര് ആ വിയർഡ് ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. നല്ല ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ കടന്നാലോ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ എന്തൊക്കെയോ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുന്ന സല്ലുവിന്റെ ആയിരിക്കും. അതുകൊണ്ട് അവരവരുടെ മുന്നിലുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഓൾറെഡി ഇമ്പോസ്റ്ററിനെ ചൂസ് ചെയ്തു. എന്റെ പ്ലേറ്റിന് തണുപ്പ്. അത് ഈസിയിലല്ലേ വെച്ച്. നമ്മളെ മുന്നിൽ വന്ന കപ്പ് കേക്ക് ആണ്. 3 ഒരുപോലെ ഉണ്ട്. അങ്ങനെ കണ്ടപ്പോ തന്നെ 3 ഒരുപോലെ ഉള്ളത്. ഇനി ബാക്കി പിന്നെ കഴിച്ചു നോക്കട്ടെ. ഷാമി കുറച്ച് ഓവറാണ്. എക്സ്പ്രഷൻ ഇടാൻ പറ്റാത്തോണ്ട് മുഖത്തേക്ക് നോക്കും, ഫുഡിലേ നോക്കൂല. മുഖത്തേക്ക് നോക്കിക്കൂടെ? മുഖത്തൊക്കെ അല്ല മനസ്സിലാവുള്ളൂ. ഞാനും നോക്കും. കുറച്ചു നേരം അങ്ങോട്ടും കൂടെ നോക്ക്. നോക്ക്, ആ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം തോന്നി. നല്ല കപ്പ് കേക്ക് ഗൈസ്. കാക്കാണ് ഇമ്പോസ്റ്റർ. ഞങ്ങളിങ്ങനെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചോണ്ടിരിക്കാം. ഓക്കെ, നമുക്കിനി വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. മുഴുവൻ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. മതിട്ടോ, ഇത് കുറെ നേരമല്ല, ഫുള്ള് തീർത്തോ. ഓക്കെ, ഞാൻ പറയാം. എന്റെ ബലമായ സംശയം ഇവളാണെന്ന്. ഞാനോ? അപ്പൊ ഒരു വോട്ട് ശാമിക്ക്. ഒരു വോട്ടിങ്. നീ എന്റെ സംശയം എന്തോ? എന്റെ ബലമായ സംശയം 5 ആണോ? ഓക്കെ, ഒരു വോട്ടിങ്. എന്റെ ബലമായ സംശയം ഷാമിൽ എന്നാണ്. ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ആ ഫീലൊക്കെ ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്കൊരു വോട്ടും കിട്ടിയില്ല. എനിക്കൊരു വോട്ടും കിട്ടിയില്ല. അപ്പൊ ഷാമിക്ക് 2 വോട്ട്, എനിക്കൊരു വോട്ട്. ആ, നീ സത്യമാണെങ്കിൽ സത്യം പറഞ്ഞോ. സത്യമല്ല, ഞാനല്ല അങ്ങനെ എന്തോ ഒരു സാധനം എടുത്തോണ്ടോ. ഇതിന്റെ ഉള്ളിൽ കണ്ടോ? നിങ്ങൾക്ക് എന്താ ഇതിന്റെ ഉള്ളിൽ ഫില്ലിങ് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല ഇമിലി കേട്ടോ. ഇത് കണ്ടോ? എന്റെ പൊന്നുശ്രീ, നമ്മളത് കഴിക്കണ്ടേ? ഞാനൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഫസ്റ്റ് റൗണ്ട് ഞാൻ വഴി തിരിച്ചു വിടാൻ ഇങ്ങോട്ട് തന്നെ വന്നില്ല കൃത്യോ. ഇങ്ങനുണ്ട്. അപ്പൊ എനിക്ക് വെറുതെ നിക്കല്ലേ? ഇത്
ആണല്ലേ? ഇതാണ് ഞാൻ ഒരു എക്സ്പ്രഷനും ഇടാതിരുന്ന് കഴിച്ചത്. ഇത് നല്ല ഇതില് നല്ല അടിപൊളി ചോക്ലേറ്റ് ആണത്. ഇത് ലേഹ്യം കഴിക്കുന്ന പോലെ ഉണ്ട് guys. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് എന്താ അറിയാം അഞ്ചിന് ഡൗട്ട് തോന്നിയത്, അഞ്ചി കൊറേ തിന്ന് ഈ ചിലപ്പോ ഇമ്പോസ്റ്ററുകള് ഓരോ പിടിക്കാതിരിക്കാൻ വേണ്ടി കൊറേ തിന്നല്ലോ, അപ്പൊ എനിക്ക് തോന്നി അഞ്ചിയാണോ എന്നുള്ളത്. അതാ നമുക്കൊന്ന് ലിമിറ്റഡ് എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുക. ഞാനും വരെ വിശ്വസിച്ചത്. അതെന്താ അറിയാം, ഇവളാദ്യം എക്സ്പ്രഷൻ ഇട്ടപ്പോ എനിക്കൊരു കച്ചത്തുരുമ്പായി. ആദ്യം മനസ്സിലാക്കേണ്ട ഇമ്പോസ്റ്റർ ഇത്ര എക്സ്പ്രഷൻ ഇടൂല. അതായത് പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. എടുത്തു വന്നിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ, എനിക്ക് സമാധാനമുള്ളൂ. ഇത് മതി. ഇംലിക്കേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ കഴിച്ചതിന്റെ ഒരു പങ്ക് മെയിൻ സാധനങ്ങൾക്ക് തരും. കപ്പ് കേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെയൊന്നും ഇവര് ഒഴിക്കാൻ പാടില്ല. നേരത്തെ ഇത്രയും പകുതിയുള്ളു ആ ഹാഫില് ആ മുറിച്ചിട്ടില്ല. പക്ഷെ അതൊരു ഇതായിട്ട് തരുമ്പോ പണിഷ്മെന്റ് ആവുമ്പോ കുറച്ച് കൂടുതൽ തരില്ലേ, അതുകൊണ്ട് ഓനാക്കിയതല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് പണിയാ ശ്രീ കാണിച്ചത്? ഒന്ന് പോണെന്ന് ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ എന്തായാലും തിന്നട്ടെ. ഇതിന്റെ കൂടെ നല്ല കിഡിലും ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ്. ഇനി ഞാൻ ഇവരെ എന്റർടൈൻ ചെയ്യൂല ഗൈസ്. ഇത് എനിക്ക് തന്നെ പണിയായി. മൊത്തം നോക്ക് ഗൈസ്, ഇത് മൊത്തം ഇല്ല. ഞാൻ വേണേ എടുത്തു തരാം. ഞാൻ രണ്ടാളും പകുതി കഴിച്ചാൽ മതി കേട്ടോ. പകുതി കഴിക്കാം ആദ്യം, എന്നിട്ട് ഞാൻ കഴിക്കാം. ഇത് ശരിക്കും ലേഹ്യം കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. നീ എന്താ ഡിപ്പ് ചെയ്തിട്ടും കൂടെ എടുത്തതാ? ഒരു ബൈറ്റ് നല്ല കിഡിലും ബൈറ്റ്. അതേപോലെ ഒക്കെ കൊടുത്തേ. അതാ നല്ലത്. അല്ല കഴിച്ചോ? കൊള്ളാം. മതി എത്ര കഴിച്ചാൽ ആദ്യമായിട്ട് എന്റെ അഭിനയം കേൾക്കുന്നത് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായില്ലേ. ഈടായിട്ട് നമ്മള് വല്ലാതെ കോമ്പോസ് കണ്ടുപിടിക്കുന്നു. അതെ, ഭീകരത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്രഷൻ എങ്ങനെ ഇടാൻ പറ്റുന്നുണ്ട്? ഞാൻ എക്സ്പ്രഷൻ ഇടാതിരുന്നു തിന്നത്. എന്തേലും എന്റെ പേര് ചരവ ഏലാതിലേഹത്തിന്റെ ഒരു ഇതുണ്ടോ, കട്ടുണ്ടോ? ഇതുവരെ ഇറക്കിയില്ല. ഇറക്ക്. എന്നാ ഇത് ബാക്കി ഇതും കൂടി തരീനി. എന്നാ വേഗം ഇറക്ക്. ഇറങ്ങട്ടെ അവിടെ. വല്ലപ്പോഴും ചോക്ലേറ്റിന്റെ കപ്പ് കേക്ക് എടുത്തിട്ട് കൊറേ ഇമിറ്റേക്ക് ഒന്ന് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാ. അടുത്ത റൗണ്ടിലേ പോവാ. ഗൈസ്. അപ്പൊ ഈ റൗണ്ടിൽ ഇമ്പോസ്റ്റർ ജയിച്ചിരിക്കുകയാണ്. അമ്മ എനിക്ക് ഒരു റൗണ്ടും കൂടെ താങ്ങാനുള്ള ആരോഗ്യമില്ലേ? റെഡി ആണോ? ആരും കണ്ണു തുറക്കരുത്. നിങ്ങളെ മുന്നിൽ 3 ഡ്രിങ്ക് ഉണ്ട്. അതായത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം ആരെ ഇമ്പോസ്റ്റർ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്, ലെഫ്റ്റ്, സെന്റർ ഏത് സൈഡിലുള്ള ഡ്രിങ്ക് വേണമെന്നുള്ളത് ഇപ്പൊ ചൂസ്. ഞാൻ റൈറ്റ്, ഞാൻ സെന്റർ, ഞാൻ ലെഫ്റ്റ്. ഞാൻ എടുത്തു വെച്ചത്. ഓക്കെ ശ്രീ ലെഫ്റ്റ് അല്ലേ പറഞ്ഞേ? പറയാന്ന് പറഞ്ഞു. എനിക്ക് സെന്റർ ആർക്കാ? ഓ, ഇരിക്കുന്ന ഓർഡർ തന്നെ. തുറക്കട്ടെ. കണ്ണടച്ചിട്ട് നേരെ അങ്ങോട്ട് നോക്കാൻ പാടില്ല. എടുത്തു. കുടിക്കട്ടെ. ഇനി കണ്ണ് തുറന്നിട്ട് ടേസ്റ്റ് ചെയ്തോ. എക്സ്പ്രഷൻ നോക്കാലോ. കഴിഞ്ഞ റൗണ്ട് നേരത്തെ ഇന്ന് തീരെ എക്സ്പ്രഷൻ ഇടാതിരിക്കുക. ഓക്കെ, വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? എനിക്കൊരു ക്ലൂ കിട്ടില്ല ഇതുവരെ. ഇമ്പോസ്റ്റർക്ക് തന്നെ മനസ്സിലാവോ? ഇമ്പോസ്റ്റർ അല്ലൊന്നുമില്ല, ഞാൻ ചോദിച്ചതാ. ഓക്കെ, വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ഇംലി കഴിച്ചോണ്ടാണോ ടേസ്റ്റ് കിട്ടില്ലെങ്കിൽ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളെ സാധനത്തിന് ടേസ്റ്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അതായത് ഒരു മൈൽഡ്. ഓക്കെ, ഇനി കുടിക്കാൻ. ഇനി വോട്ടിംഗ്. ഞാൻ
എന്താ ഞാൻ പറയാം. എനിക്ക് ശ്രീനെ തോന്നുന്നു. ശ്രീക്ക് കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് ഒരു ഉള്ളിലുണ്ട് പക്ഷെ പുറത്ത് കാണിക്കൂല. ഞാൻ അങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പ്രഷൻ. ഓക്കെ, ഞാൻ വോട്ട് ചെയ്യുന്നത് ശ്രീനാണ്. കാക്ക നേരത്തെ വോട്ട് ചെയ്യാനായോ ചോദിച്ചത് ഇല്ല, ഞാൻ കുടിക്കട്ടെ എന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരു സാധനം ഇട്ടതുകൊണ്ട് എനിക്ക് ശ്രീനെ വല്ലാതൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ശ്രീ എനിക്ക് അഞ്ജലിയാ തോന്നുന്നത്. അതിപ്പോ ഇമ്പോസ്റ്റർ തന്നെ പറയൂലല്ലോ. എനിക്ക് അഞ്ജലിയെ തന്നെയാ തോന്നുന്നത്. പണി പാളിയെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. എക്സ്പ്രഷൻസ് ഒന്നും ഇടാൻ പാടില്ല. സല്ലോ നമ്മൾ തീരുമാനാക്കിയിട്ടില്ല. വോട്ടിംഗ് കഴിഞ്ഞ് ഞാൻ അടക്കും. അതെ, ഞാനാണ് ഇമ്പോസ്റ്റർ. വൃത്തികെട്ട വെള്ളം കുടിക്കണ്ടേ? ഞാനത് നോക്കട്ടെ. അയ്യോ, അത് ഞാൻ ശരിക്കും ജെനുവിൻ ആയിട്ട് പറഞ്ഞതാണ്. സത്യമായിട്ട് ഞാൻ ജെനുവിൻ ആയിട്ട് പറഞ്ഞ ഞാൻ ഒരു മാട്ട വെള്ളമാണ് ഇത്. അയ്യോ, അതെനിക്ക് ടേസ്റ്റ് ആണ് മനസ്സിലായിന്ന. എങ്ങനെ ഈ കളർ വന്നു? അത് അറിയണ്ട. ആ പിസ്താന്റെ ഇവിടെ മല്ലിയല വന്ന പ്രത്യേക ഇത് കണ്ടുകഴിഞ്ഞ ഒന്നും മനസ്സിലാവില്ല. ഒക്കെ ഒരേപോലെ ഉണ്ട്. ഒരേ സെയിം കളറ്. എന്തൊരു ശ്രീ. നീ ആദ്യം ടേസ്റ്റ് ചെയ്യും, ഞാൻ കൃത്യമായിട്ട് ഇതില് ഞാൻ അളവ് വെക്കാം. ഇത് ഈ ഗ്ലാസ് തന്നെ മതി ഗൈസ്. ഇതില് ഒരു ഇത്ര ഷാമിയും ഇത്ര ശ്രീയും കുടിച്ചാൽ അളവിൽ അടുത്ത ശ്രീ വോട്ട് ചെയ്തു ഫസ്റ്റ് ഐഡിയ എടുത്ത് ശ്രീനെ വോട്ട് ചെയ്തുകൊണ്ടാണ് ഷാമി ശ്രീനെ വോട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ആലോചിച്ചു. അല്ല, അങ്ങനെ ആലോചിക്കാം. ഫസ്റ്റ് ഞാൻ ശ്രീനെ തന്നെ വോട്ട് ചെയ്യണം വിചാരിച്ചതാ. കാരണം ശ്രീ കുറച്ച് അഭിനയിക്കുന്ന പോലെ ഫീൽ ചെയ്ത്. പിന്നെ നമ്മൾ അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡൗട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ശ്രീ പറയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഓള് പിന്നെയും ലാഗായി നോക്കിയപ്പോ ഇനി ഞാനൊന്നും മിണ്ടായിരിക്കുന്ന തോന്നണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചാടി കയറിയിട്ട് പറഞ്ഞു. ഇത്ര അതത് മതിടാ. എത്ര റൗണ്ടിലും ഒരേപോലെ കുടിക്കുക. ഇതൊക്കെ ഞാൻ എക്സ്പ്രഷൻ ആവാതെ കുടിച്ച സാധനങ്ങളാ. ഇത്ര എക്സ്പ്രഷൻ ആവശ്യമില്ലേ? എന്താ നിങ്ങളോട് പറയാന്നില്ല. കുറച്ച് ഇവിടെ കുടിച്ചത്ര ആയതാ ഞാൻ നിങ്ങളോട്. എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. സത്യം പറയാലോ, കഴിഞ്ഞ റൗണ്ടത്തതും വിയേഡാണ്, ഈ റൗണ്ടത്തും ഭയങ്കര വിയേഡാണ്. ഈയിടെയായിട്ട് ഞങ്ങൾ വല്ലാതെ വിയേഡ് കോമ്പോസ് കഴിക്കേണ്ട. സെല്ലുവിന്റെ കോമ്പിനേഷൻസ് അതൊക്കെ ഞാനങ്ങനെ പിന്നെയും പോയി പെട്ടെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. കൂടുതൽ എനിക്ക് ബാക്കി വെക്കല്ല. ഒരാൾക്കും കൂടി പോവാനുള്ള ഉണ്ടായില്. അത് കുറച്ച് കൂടുതലാ. ഓക്കെ, ഇനി ശ്രീ കുടിക്കാനുള്ള ഫുള്ള് ഞാൻ കുടിക്കണം. നിന്റെ അതിന്റെ അടി അടക്കം കിട്ടണം. അടി വേണം, കുടിക്കണ്ട. അതാ മല്ലിയലന്റെ പോലത്തെ. അത് ഞാൻ കുടിക്കൂല. അതെ, ശരിക്കും ഈ പാലും മല്ലിയിലും ഒക്കെ ചേരുവോ? അറിയില്ല, അവൻ എന്തൊക്കെ ആക്കി തരുന്നുണ്ട്. ഇത് നല്ല ഞാൻ ഒറ്റ ഇറക്കേ കഴിച്ചിട്ടുള്ളൂ. ഇയ്യാ പെട്ടത് ഒരു അര ഗ്ലാസ് കുടിച്ച് ഞാനും കുടിച്ചിട്ടുണ്ട്. പിന്നെ കഴിച്ച് ഇത് എന്ന് പറയുന്നത് നല്ല അടിപൊളി പിസ്ത മിൽക്ക് ഹണി ഒക്കെ എക്സ്പ്രഷൻ കുടിച്ചതിന് ഞാൻ നമിച്ച്. മിൽക്ക് ഷേക്ക് വരെയുണ്ട്. ശ്രീക്ക് ഇഷ്ടായിട്ടോ. ശ്രീ ഒറ്റ അത് മതി. അതിന്റെ അടിയിൽ പിന്നെ ഇതായിരിക്കും. അങ്ങനെ ഈ റൗണ്ടിലും ഇമ്പോസ്റ്റർ ഫുഡും ഇമ്പോസ്റ്ററുമാണ് ജയിച്ചിട്ടുള്ളത്. ഓക്കെ, കണ്ണുറന്നോ? ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇതിലെന്തൊക്കെ പണി വരുന്നു പറയാൻ പറ്റില്ല. ഓറിയോ നേരത്തെ ഒരാൾ എക്സ്പ്രസ് ഇട്ട, ഇതിന്റെ മുന്നേ വേറൊരാൾ എക്സ്പ്രസ് ഇട്ടു. ഇപ്പൊ ആദ്യത്തെ എക്സ്പ്രസ് ഇല്ല. ഇന്നങ്ങനെ നോക്കല്ലേ.
ഓക്കെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. വേറെ ആരും തുടങ്ങി, എപ്പോഴും ഞാനല്ലേ തുടങ്ങുന്നത്. ഷാമി തുടങ്ങിക്കോട്ടെ. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നത് ശ്രീയാണ് ഇമ്പോസ്റ്റർ ആണ്. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ശ്രീയാണെന്നാ. കാരണം ഇപ്രാവശ്യം കുറച്ച് ടഫാണ്, ആരുടെ മുഖത്തൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്ത 5. അല്ല ഈ പറഞ്ഞു ഞാൻ ലാസ്റ്റ് പറഞ്ഞോളാം. എന്തായാലും പണി കിട്ടും. എനിക്ക് 5 ആണെന്നാ. ഓക്കെ, എനിക്കൊന്ന് ശ്രീയാണ്. കുറച്ചൊരു എക്സ്പ്രഷൻ ഉള്ളവരെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ. ഇനി അപ്പൊ ഞങ്ങൾ നിന്നണ്ടേ? പാവം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അപ്പത്തേക്കും കരഞ്ഞു പോയി. ഇതില്ലേ ഞാൻ കൊറേ നേരം സംസാരിക്കാൻ എനിക്ക് പേടിയാവാ, ഇവർക്ക് സ്മെല്ലടിക്കും. ഇപ്പൊ നല്ല നല്ല മണുണ്ട് ഇവിടെ. ഫുള്ള് കോൾഗേറ്റ്സ് അല്ലേ? എനിക്ക് പേടിയപ്പോ bubbles വരും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞത്. കാരണം കൊറേ നേരം അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സ്മെല്ലേ അത്. അതിന്റെ ഉള്ളിൽ നോക്കട്ടെ, ഇപ്പൊ വായൊക്കെ തണുക്കുന്നുണ്ട്. ക്രീം ക്രീമിന്റെ മോള് വേസ്റ്റ് ആക്കിയത്. അതാണ് അങ്ങനെ. പക്ഷെ കറക്റ്റ് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ ഇമ്പോസ്റ്റർ വിജയിച്ചിരിക്കുകയാണ്. 3 റൗണ്ട് ഇമ്പോസ്റ്റർ റൗണ്ടിലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റി. ഞാൻ ഒരു റൗണ്ടിലും പിടിച്ചത്. കൊടുക്കും. അങ്ങനെ ഗൈസിന്റെ ക്രൂമേറ്റ്സിനുള്ള നല്ല പേസ്റ്റ് സ്റ്റോറി അവിടെ വന്നിട്ടുണ്ട്. തിന്നുക. വേണ്ടായിരുന്നു. ഞാൻ കൊടുക്കാം. ഞാൻ തരാം. താങ്ക് യു. കഴിച്ചോളൂ. ഉള്ളിൽ നിറച്ച് കഴിച്ചോളൂ. നല്ല മണമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെക്കാട്ടോ. ചെറുപ്പത്തിൽ ഞാൻ കുറച്ച് പേസ്റ്റ് ഒക്കെ തിന്നു നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് വലുതാകുമ്പോ എനിക്ക് ഇത് ഇങ്ങനെ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ സ്മെല്ല് വരാതെ അഡ്ജസ്റ്റ് ചെയ്തത് ഞാൻ കുറച്ചതിന് വായ ഇങ്ങനെ കുറച്ച് അടച്ചു പിടിച്ചിട്ടാ ഞാൻ വർത്താൻ പറഞ്ഞത്. പക്ഷെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ സ്മെല്ല് കിട്ടിയില്ല. ആ ക്രീമിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടേക്കില്ലേ ചിലപ്പോ. ഇത് പ്യോർ പേസ്റ്റ് മാത്രമേ. 5 ഇഷ്ടമായി തോന്നുന്നു. മുഴുവൻ തിന്നല്ലോ. ആ ഇനി മുഴുവൻ റെഡി? കണ്ണുറക്കാൻ പറ്റുമോ? കണ്ണു തുറന്നോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ചെയ്യാം. എനിക്ക് ഞാനിത് ശ്രീന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇതുവരെ ഇമ്പോസ്റ്റർ ആയിട്ടും ഇല്ല, ഒന്നും ആയിട്ടില്ല. പക്ഷെ എല്ലാത്തിലും പണിഷ്മെന്റ് കിട്ടും. എനിക്ക് ഇപ്പോഴും എന്റെ വായന്റെ ഇടുന്ന പേസ്റ്റിന്റെ ആ എരിവോ ആ ഒരു ഉള്ളോട്ട് കാറ്റ് വലിക്കുമ്പോ ഒരു തണുപ്പ് അതിപ്പോഴും ഉണ്ട്. ഓക്കേ, അപ്പൊ കഴിച്ചോക്കാം. ഗൈസ്, നമുക്ക് ബർഗർ ആണ് വന്നത്. ഇതിലെന്താ കാണിച്ചിട്ടുണ്ടെ മനുഷ്യന് മനസ്സിലാവൂല്ല. കഴിച്ചോ. വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ആരാ വോട്ട് ചെയ്യുന്ന? ഞാൻ വോട്ട് ചെയ്യാം. ഷാമി. ഷാമി എന്താ ഷാമി സംഭവം? ഞങ്ങള് നോക്കട്ടെ ഇവിടെ. എന്താ നോക്ക്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്.
ഗൈസ് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സത്യമായിട്ട് പറയാം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഇവരുടെ മുന്നിൽ. കാരണം ഞാൻ വായ തുറന്നു കഴിഞ്ഞാല് ഇവർക്ക് സ്മെല്ല് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് ഇവിടെ ശ്രീ ഇവിടെ ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ എന്നെ നോക്കി അഞ്ച് എന്താ പറയുന്നത്, അപ്പൊ ഇരിക്കുന്നത് അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവളാണ് ഇത്. അതുകൊണ്ടാണ് ഇവളെ പേര് പറയാൻ ശ്രീന്റെ പറയാന്ന് വിചാരിച്ചതായിരുന്നു. ഇത് ഇറക്കാൻ പറ്റുന്നില്ല ശരിക്കും. ഒരു തൈലത്തിന്റെ ഒരു കുഴമ്പൊക്കെ ഇല്ലേ, അതിന്റെ സെയിം ഇവളെ നോക്കിയ സമയത്ത് എനിക്ക് അതെ അത് കറിയിലൊക്കെ ഇത്, പക്ഷെ ഈ ബർഗറിന്റെ കൂട്ടത്തിൽ ആ കോമ്പിനേഷന്റെ ഒരു പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവളെ നോക്കിയ സമയത്ത് ഇവളത് ഇറക്കുന്നില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. ടേസ്റ്റ് ഉള്ള നമ്മൾ എപ്പോഴും വൃത്തിയൊക്കെ ഉണ്ടോ അപ്പൊ ടേസ്റ്റ് ബർഗർ പ്രത്യേകിച്ച് ബർഗർ. അതില് എനിക്ക് ഇത് സെലക്ട് ചെയ്തില്ല ഞാന്. ഇത് സെലക്ട് ചെയ്ത് മുന്നേ എത്തിയപ്പോ തന്നെ എനിക്കൊരു പക്ഷെ എനിക്ക് അപ്പൊ സ്മെല്ലൊന്നും കിട്ടിയില്ല കേട്ടോ, തീരെ സ്മെല്ല് ആ ഒരു ഭാഗത്തേക്ക് വന്നില്ല. പക്ഷെ ഇവിടെ എക്സ്പ്രഷൻ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ രക്ഷിച്ചാണ്. ശരി, ഇത് തിന്നാതിരിക്കാൻ ഇവരെ രക്ഷിച്ചതാ. തിന്നണല്ലേ ഒന്നാണോ ഒറ്റ ഒരു കുഞ്ഞു ബൈറ്റ് എടുത്താൽ മതി, കുഞ്ഞു ബൈറ്റ് എടുത്താൽ മതി. അപ്പൊ ഇമ്പോസ്റ്റർ റൗണ്ടിൽ തോറ്റിരിക്കുകയാണ് ഗൈസ്. അതെ, ഇത്രയും നേരത്തെ റൗണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇമ്പോസ്റ്റർ തോറ്റിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഫുഡിനെ കഴിക്കാൻ പറ്റുന്നത്. കഴിക്കണം എന്നാലും വേണോ? അതൊക്കെ അത് കഴിച്ചോ, ഒരു ബൈറ്റ്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ബർഗർ അല്ലല്ലോ. തിന്നോ. അപ്പൊ നല്ല അടിപൊളി ചാലഞ്ച് ചെയ്ത് ഞങ്ങള് ഫണ്ണായിട്ട് എൻജോയ് ചെയ്തിട്ട് എമംഗസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തൊരു ചാലഞ്ചാണ്. സത്യം പറഞ്ഞാൽ ഫുഡ് ചാലഞ്ച് വരുമ്പോൾ നല്ല രസമുണ്ട്. അതെ, നല്ല രസമുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാമി ഇതിലൊന്ന് ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, ഇത്തവണ കൊണ്ടുവന്ന കോമ്പിനേഷൻസ് ഒക്കെ വളരെ ഭീകരമായിരുന്നു. നമുക്ക് പ്രത്യേക ഒരു സല്യൂട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എത്രയുള്ളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Anjita signing off.